നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായി പറയൂ ACP. ഒരു സ്ത്രീ നടത്തിയിരുന്ന അനാശാസ്യ കേന്ദ്രത്തിൽ നിന്ന് അവളുടെ ഭർത്താവിനെ നമ്മുടെ ടീം പിടികൂടി. എന്നിട്ട് ഞാൻ അവളെ വിളിക്കാം. ഇനിയെല്ലാം അവൾ പറയട്ടെ. വിളിക്കട്ടെ സർ? വിളിക്കൂ. മൈഥിലി, മൈഥിലി. വരൂ. ബൈബിളിൽ 52-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനൊരു വചനമുണ്ട്: വഞ്ചന പ്രയോഗിക്കുന്നവരെ നിന്റെ നാവ് നാശം ആസൂത്രണം ചെയ്യുന്നു. ദൈവഹിതത്തിനല്ലാത്തത് ആര് ചെയ്താലും ദൈവം പിറകെ നടന്നവരെ പിടികൂടും, ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യും. എന്തുപറ്റി? നടന്നതൊക്കെ തുറന്നു പറയൂ, മടിക്കണ്ട. ഞാൻ വിശ്വസിച്ചവൻ നിങ്ങളെ ചതിച്ചു. ACP പറഞ്ഞു, ബാക്കി കേൾക്കട്ടെ. നിങ്ങളോട് ഒരു പ്രതികാരവും കാട്ടാതെ വളരെ മാന്യമായി നിങ്ങൾക്ക് അഭയം തന്ന വലിയ മനുഷ്യനാണ് മിസ്റ്റർ കാർത്തിക്. ഇയാൾ കാണിച്ച ഈ കാരുണ്യത്തിനും സ്നേഹത്തിനും പകരമായി നിങ്ങൾ എന്താണ് ഇയാൾക്ക് ചെയ്തു കൊടുക്കുക? കാർത്തി ആവശ്യപ്പെടുന്ന എന്തും ഞാൻ സമ്മതിക്കും സർ. ഷുവർ? ഷുവർ സർ. എങ്കിൽ ഇദ്ദേഹത്തിന് ഇപ്പോൾ വേണ്ടത് പരസ്പര സമ്മതത്തോടെയുള്ള ഒരു വിവാഹമോചനമാണ്. എന്തു പറയുന്നു? എനിക്ക് സമ്മതമാണ് സർ. വെരി ഗുഡ്. ഇതാണ് ആരോഗ്യപരമായ തീരുമാനം. മിസ്റ്റർ കാർത്തികിന് ഇപ്പോൾ ഭാര്യയുണ്ട്, മീനാക്ഷി. അവരുടെ സന്തോഷകരമായ ജീവിതത്തിനു വേണ്ടി നിങ്ങൾ വഴിമാറി കൊടുക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതിന് മൈഥിലിക്ക് സമ്മതമല്ലേ? എനിക്ക് 100 വട്ടം സമ്മതമാണ് സർ. കാരണം കാർത്തിക് അത്രയ്ക്ക് നല്ല മനുഷ്യന്. എനിക്ക് മൈഥിലിയോട് ഇപ്പൊ വളരെ ബഹുമാനം തോന്നുന്നു. ഇങ്ങനെ വേണം സ്ത്രീകൾ. ഇനി അങ്ങോട്ട് കാർത്തിക് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. മിസ്റ്റർ കാർത്തിക്, ഫാമിലി കോർട്ടിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ജോയിന്റ് പെറ്റീഷൻ കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് കിട്ടും. താങ്ക് യു സർ. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ സർ? ഓക്കെ, താങ്ക് യു സർ. മൈഥിലി, വാ. ഡിമാൻഡുകളൊക്കെ ഞാൻ അംഗീകരിച്ചു. പക്ഷെ മീനാക്ഷി കാർത്തിക്കിന്റെ കൂടെ സ്വസ്ഥമായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.